ഹലോ, ദേവസാണേ. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാനൊരു സംഗതി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് 5 കോഴിയുണ്ട് കേട്ടോ. ഇവർ 5 പേരും മുട്ടയിടാറായതാണ്, മുട്ടയിടുന്നവരുമാണ്. അപ്പം ഞാനങ്ങനെ മുട്ട ഉപയോഗിക്കാറില്ല. അപ്പം കുറേ മുട്ടയായി കഴിയുമ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് അത് വിൽക്കാറാണ് പതിവ്. അപ്പം നാടൻ കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഇങ്ങനെ പറക്കി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മുടെ സാധാരണ കോഴിമുട്ട എന്ന് പറയുന്നത് ഈ വലിപ്പം ഉണ്ടാവും, നാടൻ കോഴിമുട്ട കണ്ടോ. ഇനി വേറൊരു മുട്ട ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ടോ, ഇതിനേക്കാളും എന്നാ കുഞ്ഞാന്ന് നോക്കിയിട്ട് തീർച്ച ചെറുതാണ്. ജനറ്റിക്കലി എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളത് കൊണ്ടായി. ഇനി ഞാനൊരു വലിയ സർപ്രൈസ് കാണിച്ചു തരട്ടെ. രണ്ടടേ കണ്ടോ, എൻ്റെ മുഖത്തിൻ്റെ അത്രയും വലിപ്പമുള്ള മുട്ട. ഇത്രയും വലിപ്പമുള്ള മുട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഇന്നലെ ആ കോഴി ഇട്ട മുട്ടയാണ്. ഞാൻ ആകെപ്പാടെ ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ഒരു കോഴി ഇത്രയും വലിയ മുട്ടയൊക്കെ ഇടുക, ഇതെന്നാ സംഭവം എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ലേ. പക്ഷെ ഇത് ഇത് നോക്ക്, ഒരു കൈയുടെ പകുതി അത്രയും നീട്ടവും ഉണ്ട്, അത്രയും വലിയ മുട്ടയും കേട്ടോ. അപ്പം ഇതിൻ്റെ താഴെ കണ്ടോ, ഇതാണ് ഏറ്റവും കുഞ്ഞു മുട്ട കേട്ടോ. വീട്ടിൽ വെച്ചിട്ട് ഇതിലും ചെറുതൊരെണ്ണം ഉണ്ടായിരുന്നേ. അത് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. എനിക്ക് അതെന്താണെന്നറിയാനുള്ള ആകാംക്ഷ പൊട്ടിച്ച് കളഞ്ഞു. പക്ഷേ ഇതും അതിൻ്റെ താഴെ ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞു മുട്ടയാണ്. ഇത് ഏറ്റവും കുഞ്ഞത്. പക്ഷേ നോർമലി ഇത് കണ്ടോ, സാധാ നമ്മുടെ മുട്ട. പക്ഷെ ഇത്രയും വലിപ്പമുള്ള മുട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ഇത്